വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സൗത്ത് ഇന്ത്യൻ വെഡിങ് സെറ്റ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. 30 പവൻ മാത്രമാണ് വെയിറ്റും വന്നിരിക്കുന്നത്. 5 ഭംഗിയായിട്ടുള്ള നെക്ലേസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എക്സോട്ടിക് ആണ്, 30 ഗ്രാം ആണ് ഗോൾഡ് വെയിറ്റ്. 2 കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു പീസാണ്. സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഒരു എത്രിക് കളക്ഷൻ ആണ്. ഗ്രീൻ കളർ സ്റ്റോണില് എന്താ അതിന്റെ ആ ഒരു ഹൈലൈറ്റും ഒരു ഭംഗിയും ഫിനിഷിങ്ങും. ഒന്ന് ക്ലോസർ ഷോട്ട് വരുമ്പോ കൃത്യമായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു എടുപ്പ് കാണാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയുള്ള ഒരു ട്രഡീഷണൽ വെയറിന്റെ ഒക്കെ കൂടെ ഇതുപോലെയുള്ള ഒരു പീസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ആയിരിക്കും, ഒന്നും പറയാനില്ല. തേർഡ് വൺ വന്നിട്ടുള്ളത് നഗാസ് ആണ്. നമ്മുടെ ഹിന്ദു ബ്രൈഡിന് നഗാസ് ഒഴിച്ചുകൂടാനാവാത്തൊരു ഓർണമെന്റ് ആണ് നഗാസ്. ദേവി രൂപം അവർക്ക് മസ്റ്റ് ആണ്. എങ്ങനെയൊക്കെ നോക്കിയാൽ എത്ര വെയിറ്റ് കുറഞ്ഞൊരു വെഡിങ് പാർട്ടി ആണെങ്കിൽ പോലും നഗാസിന്റെ ഒരു പീസ് സ്വന്താക്കാനായിട്ട് ഹിന്ദു ബ്രൈഡിന് ഒരു പ്രത്യേക താല്പര്യമാണ്. അതിന്റെ തന്നെ ബാങ്കിൾ ആണെങ്കിലും സ്റ്റഡ് ഡ്രോപ്സ് ആണെങ്കിലും എല്ലാം തയ്യാറായിട്ട് തന്നെ അത് വാങ്ങിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇവിടെ എപ്പോഴും കാണാറുള്ളതാണ്. അപ്പൊ അതിനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള 2 ലെയറിൽ വന്നിട്ടുള്ള ഒരു നഗാസ് ആണ് തേർഡ് വൺ വന്നിരിക്കുന്നത്. ഫോർത്ത് വൺ വന്നിരിക്കുന്നത് ഒരു കളർ സ്റ്റോൺ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നഗാസ് തന്നെയാണ്. അപ്പൊ അതിലും ദേവീ രൂപങ്ങളും കുറച്ച് പ്രൊജക്ഷനും അതിന്റെ ഡീറ്റെയിൽ വർക്കും ഒക്കെ അതിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ആ ഒരു കളർ സ്റ്റോൺ ആണെങ്കിലും ഗ്രീൻ കളർ സ്റ്റോൺ, അതുപോലെ ഒരു വൈറ്റ് കളർ മൈക്രോ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് സ്റ്റോൺ വർക്ക് വരുമ്പോ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. നോർമൽ അതിന് തൊട്ട് മേലത്തെ തേർഡ് വൺ നോക്കിയൊക്കെ അധികം സ്റ്റോൺ വർക്ക് ഇല്ല. ആകെ കൂടെ ഒരു റെഡ് കളറിന്റെ ഒരു കെമ്പ് സ്റ്റോൺ വളരെ ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. അപ്പൊ അതുമ്പോ കുറച്ചും കൂടെ ഒരു സ്റ്റോൺ വർക്ക് കൂടുതലായിട്ട് വരുമ്പോ അതിന്റെ എടുപ്പ് കുറച്ചും കൂടിയും കൂടാണ്. അതിന്റെ ആ പ്രൗഢി ഭയങ്കരമായിട്ട് കൂടി വരും. അപ്പൊ ഈ ഒരു വർക്കിലേക്ക് വരുമ്പോ സ്റ്റോൺ വർക്ക് പേൾ വർക്ക് ഒക്കെ വരുമ്പോ കുറച്ചും കൂടി അതിന് ആ ഒരു ഭംഗി പൊലിമ കൂടി തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു വർക്കിൽ വരുന്നതാണ് ഫോർത്ത് വൺ വന്നിട്ടുള്ളത്. ലാസ്റ്റ് വൺ വരുമ്പോ ത്രയംബക നഗാസിലേക്ക് എത്തി. അതിന്റെയും ആ ഒരു ഡീറ്റെയിൽ വർക്ക് നോക്കി കഴിയുമ്പോ കുറച്ചും കൂടി അത് സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലാണെങ്കിലും ഒരു പിങ്ക് കളർ മൈക്രോ സ്റ്റോൺസ്, അതുപോലെ തന്നെ ഗ്രീൻ കളർ സ്റ്റോൺ, പേൾ വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ വരുന്ന പെൻഡന്റിലും അതിന്റെ ഡീറ്റെയിൽ വർക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതില് ഒരുപാട് ഹിന്ദു നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പില്ലറുകളുമേ കാണുന്ന കൊത്തുപണികൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് വർക്കുകളൊക്കെ അതിന്റെ ഡീറ്റെയിൽ വർക്ക് അതിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് അതിന്റെ കംപ്ലീറ്റ് പിക്ചറുകളെ കുറിച്ച് അത്രയും കൂടി എനിക്ക് അറിയില്ല, പറയുന്നത് തെറ്റരുതല്ലോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ വർക്ക് വരുമ്പോ നിങ്ങൾ അത് ആ ക്ലോസർ ഷോട്ട് വരുമ്പോ ഭംഗിയായിട്ടൊന്ന് നോക്കിയോളൂ. പിന്നെ ഈ ഒരു സെറ്റിന്റെ പ്രത്യേകത എനിക്ക് എന്താ ഫീൽ ചെയ്തെന്നറിയോ? ഈ താഴെ വന്നിട്ടുള്ള 3 നെക്ക് പീസിലും ചെറിയ ചെറിയ ഓരോ പെൻഡന്റുകൾ അതും അറ്റാച്ച്ഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഇടയിൽ ഓരോ യു ടൈപ്പും അതുപോലെ ഒരു ലെയർ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ അതിനെ ഒന്ന് മാറ്റിയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതില് എല്ലാത്തിലും ഈ താഴെ വന്ന 3 ഓരോ പെൻഡന്റുകളാണ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അതിലൊരു സ്പെഷ്യാലിറ്റി എനിക്ക് അത് ഫീൽ ചെയ്തു. എന്നാൽ ആ ഒരു ഡെമ്മി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. 30 പവൻ മാത്രമേ അതിലൊരു ഗോൾഡ് വെയിറ്റും വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ലിയോസിലുണ്ട്. അപ്പൊ എല്ലാവരും ലിയോസിൽ വരിക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ലിയോസിനെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. 7th ആനിവേഴ്സറി ഒക്കെ അതിമനോഹരമായിട്ട് തന്നെ ദൈവാനുഗ്രഹത്താൽ കഴിയാനൊക്കെ ആയിട്ട് സാധിച്ചു. അപ്പൊ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ ലിയോസിന് തുടർന്നും വേണം. വീഡിയോസ് ഒക്കെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ എന്തെങ്കിലും വെഡിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓർണമെന്റ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ലിയോസിന്റെ ആ ഒരു ചാനലൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുക, ചെറിയൊരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സെയിൽ ചെയ്യണേ, അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ലിയോസിൽ വരിക. ലിയോസിൽ നമുക്ക് ഇവിടെ കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ്, സീൽഡ ലിയോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.